ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ അനധികൃതമായിട്ട് അമേരിക്കയിൽ കുടിയേറി പാർത്ത ഇന്ത്യക്കാരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യ വിമാനം അമേരിക്കയിലെ ടെക്സാസിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പറന്നുയർന്നു. 205 പേരെയാണ് ആദ്യ റൗണ്ട് അമേരിക്ക അവിടെ അനധികൃതമായി കുടിയേറി പാർത്ത ഇന്ത്യക്കാരിൽ 205 പേരെയാണ് ആദ്യമായിട്ട് പുറത്താക്കിയിരിക്കുന്നത്. 205 പേരടങ്ങുന്ന ഒരു വിമാനമാണ് US-ൻ്റെ സൈനിക വിമാനം ടെക്സസിൽ നിന്നും പറന്നുയർന്നത് ഡൽഹിയിലേക്ക്. US-ൻ്റെ സൈനിക വിമാനം USC-17 എന്നാണ് 17 എന്നറിയപ്പെടുന്ന US-ൻ്റെ സൈനിക വിമാനത്തിലാണ് 205 പേരെ ആദ്യമായിട്ട് അമേരിക്ക പുറത്താക്കിയത്. ട്രംപ് അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അനധികൃതമായിട്ട് ഇന്ത്യക്കാരെ മാത്രമല്ല അവിടെ അനധികൃതമായി കുടിയേറി പാർത്ത് അമേരിക്കയിൽ കഴിയുന്ന എല്ലാ രാജ്യക്കാരെയും പുറത്താക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യ റൗണ്ടിൽ 205 ഇന്ത്യക്കാരെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നവരെ ഇന്ത്യയിൽ സംരക്ഷിക്കുമെന്നും ഒക്കെ ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജയശങ്കറും അതോടൊപ്പം നരേന്ദ്രമോദിയും നല്ല സപ്പോർട്ടാണെന്നാണ് അവിടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് നരേന്ദ്രമോദി അടുത്ത ആഴ്ച അമേരിക്ക സന്ദർശിക്കുമെന്നും പറയുന്നു എന്നും ഇങ്ങനെ ഒരു റൂമറുണ്ട്. ട്രംപ് അധികാരം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത ആഴ്ച ഇങ്ങനെ സന്ദർശിക്കാനിരിക്കുമ്പോഴാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഇന്ത്യക്കാർ കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ രേഖകളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉറപ്പ് നൽകുന്നുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഏതായാലും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 205 ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ അമേരിക്ക പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് പെറു, ഗോണ്ടിമാല, ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നും കുടിയേറി പാർത്ത അമേരിക്കയിൽ കുടിയേറി പാർത്ത അവരെ പറഞ്ഞു വിട്ടിരുന്നു. അതുപോലെ പുറത്താക്കിയിരുന്നു വിമാനങ്ങളിൽ. ഇപ്പോൾ ഇന്ത്യക്കാരെ ഇങ്ങനെ പുറത്താക്കിയിരിക്കുന്നു. ഇതുവരെ 18,000 ഇന്ത്യക്കാരെയാണ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ കുടിയേറി പാർത്ത അനധികൃതമായി കുടിയേറി പാർത്ത 18,000-ഓളം പേരെയാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യ റൗണ്ടായിട്ട് 205 പേരെയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെ പിന്നീട് ഓരോരോ വിമാനങ്ങളിൽ ഇങ്ങനെ ഓരോരോ വിമാനങ്ങളിൽ അവിടെ നിന്നും പറഞ്ഞയക്കും. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നു. അതിനിടയ്ക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അമേരിക്കൻ ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ എന്ന് പറയുന്ന 87.02 ആയി മാറിയിരിക്കുകയാണ്. ഡോളറും രൂപയും തമ്മിലുള്ള ആ ഒരു വിനിമയം എന്നത് 87.0. ഒരു ഡോളർ എന്നത് ഇന്ത്യയിലെ 87.02 ആയിരിക്കുന്നു. രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണെന്ന് പറയാം. ഏതായാലും ട്രംപ് പറഞ്ഞ പോലെ തന്നെ ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഒട്ടേറെ നിയമങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. കാനഡയ്ക്ക് നികുതി ചുമത്തുക, അതോടൊപ്പം ചൈനയ്ക്ക് നികുതി ചുമത്തുന്നു, കാനഡയ്ക്ക് നികുതി ചുമത്തുന്നു, മെക്സിക്കോയ്ക്കൊക്കെ നികുതി ചുമത്തുന്നു. അതിനൊക്കെയുള്ള ഒട്ടേറെ പ്രതിഷേധങ്ങളാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കാനഡയിൽ ഒരു അമേരിക്കൻ ഫുട്ബോൾ മത്സരമാണോ എന്തോന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവിടെ അമേരിക്കയുടെ ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ കാണികൾ കൂകി വിളിച്ചു. കനേഡിയൻ കാണികൾ കൂകി വിളിക്കുകയാണ് ചെയ്തത്. അതായത് നികുതി ചുമത്തുന്നതിന് എതിരെയായിട്ടാണ്. ട്രംപിനോടുള്ള ദേഷ്യമാണ് അവരവിടെ തീർത്തത്. അങ്ങനെ വിവിധ ലോകരാജ്യങ്ങളിലും ട്രംപിനോടുള്ള ദേഷ്യം ഇങ്ങനെ പഠനം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ വളരെ വിവാദമായ നിയമങ്ങളൊക്കെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഏതായാലും അതിൻ്റെ ആരംഭ നടപടി എന്ന രീതിയിൽ അനധികൃതമായിട്ട് അവിടെ കുടിയേറിയവരെ മറ്റു രാജ്യക്കാരെ അവർ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് പ്രകാരമാണ് ഇപ്പോൾ 205 ഇന്ത്യക്കാരെ തിരിച്ചു വിട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.